ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ക്ലാസ്, ഒബ്ജക്ട്സ്, എൻകാപ്സുലേഷൻ, പോളിമോർഫിസം എന്ന ടോപ്പിക്സ് ആണ് ഈ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യുന്നത്. അപ്പോൾ ഒട്ടും സമയം കളയാതെ വേഗത്തിൽ തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ അതിനു മുമ്പ് ആരെങ്കിലും ഉണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി എനേബിൾ ചെയ്തിടുക. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് ഊപ്പ് ആണ്. Object-oriented programming is a type of programming which uses object and classes for its functioning. UPന്റെ main concept എന്ന് പറഞ്ഞാൽ object and class ആണ്. It aims at binding together data and functions and work on these data sets. ഡാറ്റനെയും ഫങ്ഷൻസിനെ ഒരുമിച്ച് ബൈൻഡ് ചെയ്യാമെന്നാണ് കൂട്ടിച്ചേർക്കാം. ഇനി some basic concepts of OOPs are class, objects, encapsulation, polymorphism, ഇൻഹെറിറ്റൻസ്, അബ്സ്ട്രാക്ഷൻ, ഡൈനാമിക് മൈൻഡിങ് ആൻഡ് മെസ്സേജ് പാസിംഗ്. ഇതൊക്കെയാണ് ഊപ്പിൻ്റെ ബേസിക് കോൺസെപ്റ്റ്. ഇതിൽ ആദ്യത്തെ 4 കോൺസെപ്റ്റ്സ് ആണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ വീഡിയോയുടെ ലെങ്ത് കൂടും. ബാക്കി 4 ടോപ്പിക്സ് അടുത്ത വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്താണ് ക്ലാസ്? ക്ലാസ് ഇസ് എ ഡാറ്റ ടൈപ്പ് ദാറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ മെമ്പേഴ്സ്, ദാറ്റ് ഈസ് ഡാറ്റ മെമ്പേഴ്സ് ആൻഡ് മെമ്പർ ഫംഗ്ഷൻ. ക്ലാസ്സിൽ കുറേ മെമ്പേഴ്സ് ഉണ്ടാവും. ക്ലാസ്സിൻ്റെ അകത്ത് ഡാറ്റ മെമ്പേഴ്സും ഉണ്ടാവും, മെമ്പർ ഫംഗ്ഷൻ ഉണ്ടാവും. ഡാറ്റ മെമ്പേഴ്സിന് ഉദ്ദേശിക്കുന്ന വേരിയബിൾസ് ആണ്. മെമ്പർ ഫംഗ്ഷൻ ഉദ്ദേശിക്കുന്നത് ഫംഗ്ഷൻസിനെയാണ്. ഇറ്റ് ഈസ് എ ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് ഊപ്പ്. ഊപ്പിൻ്റെ ബേസിക് ബിൽഡിംഗ് ബ്ലോക്കാണ് ക്ലാസ് എന്ന് പറയുന്നത്. ദ മെമ്പേഴ്സ് ഓഫ് എ ക്ലാസ് ആർ ആക്സസ്ഡ് ഇൻ എ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ബൈ ക്രിയേറ്റിംഗ് ആൻ ഇൻസ്റ്റൻസ് ഓഫ് ദ ക്ലാസ്. ഇപ്പോൾ ക്ലാസ്സിലെ മെമ്പേഴ്സ്, അതായത് മെമ്പർ ഫംഗ്ഷൻസ് ആയിക്കോട്ടെ, ഡാറ്റ മെമ്പേഴ്സ് ആയിക്കോട്ടെ, ക്ലാസ്സിൻ്റെ അകത്തെ മെമ്പേഴ്സിനെ ആക്സസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഒബ്ജക്റ്റ് ഉപയോഗിച്ചേ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. ആ ഒബ്ജക്റ്റിനെയാണ് ഇൻസ്റ്റൻസ് ഓഫ് ദ ക്ലാസ് എന്ന് പറയുന്നത്. ക്ലാസ്സിൻ്റെ മെമ്പേഴ്സിനെ ആക്സസ് ചെയ്യണമെങ്കിൽ ഇൻസ്റ്റൻസ് ഓഫ് ദ ക്ലാസ് ഉപയോഗിച്ചിട്ടാണ് ആക്സസ് ചെയ്യുന്നത്. വാട്ട് ഈസ് ദ ഇൻസ്റ്റൻസ് ഓഫ് ദ ക്ലാസ്? ദാറ്റ് ആർ ഒബ്ജക്ട്സ്. ഇത്ര ഓർത്താൽ മതി. ഒബ്ജക്ട്സ് ഉപയോഗിച്ചിട്ടാണ് ക്ലാസ്സിൻ്റെ മെമ്പേഴ്സിനെ ആക്സസ് ചെയ്യുന്നത്. ഇനി പ്രോപ്പർട്ടീസ് ഓഫ് ക്ലാസ്. ഒന്നാമത്തെ പ്രോപ്പർട്ടി, ക്ലാസ് ഇസ് എ യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ്. യൂസർ ഡിഫൈൻ ചെയ്ത ഡാറ്റ ടൈപ്പാണ് ക്ലാസ്. ക്ലാസ് കണ്ടെയ്ൻസ് മെമ്പേഴ്സ് ലൈക്ക് ഡാറ്റ മെമ്പർ ആൻഡ് മെമ്പർ ഫംഗ്ഷൻ. ഡാറ്റ മെമ്പറും ഉണ്ടാവും, മെമ്പർ ഫംഗ്ഷനും ഉണ്ടാവും. ഡാറ്റ മെമ്പേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്ന വേരിയബിൾസിനെയാണ്. ഡാറ്റ മെമ്പേഴ്സ് ആർ വേരിയബിൾസ് ഓഫ് ദ ക്ലാസ്. മെമ്പർ ഫംഗ്ഷൻസ് ആർ ദ മെത്തേഡ്സ് ദാറ്റ് ആർ യൂസ് ടു മാനിപ്പുലേറ്റ് ഡാറ്റ മെമ്പർ. മെമ്പർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഫംഗ്ഷനാണ്. മെമ്പർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഫംഗ്ഷനാണ് ഈ വേരിയബിൾസിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻസ്. Data members define the properties of the class. ഇത് important point ആണ്. Whereas the member function define the behavior of the class. Data members ക്ലാസ്സിൻ്റെ പ്രോപ്പർട്ടീസിനെയും മെമ്പർ ഫംഗ്ഷൻ ബിഹേവിയർ ഓഫ് ദ ക്ലാസ്സിനെയും റെപ്രസെൻ്റ് ചെയ്യുന്നു. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മുടെ കാറ് ഒരു ക്ലാസ് ആയിട്ട് എടുക്കാം. കാസ് എന്നുള്ളത് കാറ്. അപ്പോൾ കാറിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്? കളർ പ്രോപ്പർട്ടി ഉണ്ടാവും, നമ്പർ അല്ലേ, കാറിൻ്റെ വെഹിക്കിൾ നമ്പർ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ പ്രോപ്പർട്ടീസാണ്. മെമ്പർ ഫംഗ്ഷനോ, യു ക്യാൻ ഡ്രൈവ് ദ കാർ, ടേൺ ദ കാർ, റിവേഴ്സ് എടുക്കാൻ പറ്റും കാർ. ഇതൊക്കെയാണ് ഫങ്ഷൻസ്. ക്ലാസ് ക്യാൻ ഹാവ് മൾട്ടിപ്പിൾ ഒബ്ജക്ട്സ് വിച്ച് ഹാവ് പ്രോപ്പർട്ടീസ് ആൻഡ് ബിഹേവിയർ ദാറ്റ് ഇൻ കോമൺ ഫോർ ഓൾ ഓഫ് ദം. ക്ലാസ്സിൻ്റെ അകത്ത് ഒരു മൾട്ടിപ്പിൾ ഒബ്ജക്ട്സ് ഉണ്ടാവും. ആ ഒബ്ജക്ട്സിനെല്ലാം പ്രോപ്പർട്ടീസും ബിഹേവിയറും കോമൺ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ S3 CT അല്ലെങ്കിൽ S5 CT ക്ലാസ്സിൽ, ആ ക്ലാസ്സിലെ എല്ലാ കുട്ടികൾക്കും എന്താണ് S5 CTയിൽ ഇപ്പോൾ 50 സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ 50 സ്റ്റുഡൻസും ഓരോരോ ഒബ്ജക്റ്റാണ്. 50 ഒബ്ജക്റ്റ് ഉണ്ടെന്ന് പറയും. ഒരു ക്ലാസ്സിനകത്ത് 50 സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ 50 സ്റ്റുഡൻസും ഒബ്ജക്ട്സ് ആണ്, 50 ഒബ്ജക്ട്സ്. ഇനി എല്ലാവരും ഈ ക്ലാസ്സിലെ കോമൺ ഇതൊക്കെ ഷെയർ ചെയ്യും. ഫോർ എക്സാമ്പിൾ ക്ലാസ്സിൻ്റെ വൈറ്റ് ബോർഡ് എല്ലാവർക്കും കൂടി ഉള്ളതാണ്, ബെഞ്ച് ഡെസ്ക് എല്ലാവർക്കും കൂടി ഉള്ളതാണ്, ഫാൻ ലൈറ്റ് എല്ലാവർക്കും ഉള്ളതാണ് അല്ലേ. പ്രോപ്പർട്ടീസും ബിഹേവിയറും അവർക്ക് കോമൺ ആയിരിക്കും. ക്ലാസ് എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് നോക്കാം. സിൻടാക്സ് ആണ്. ക്ലാസ് എന്ന് എഴുതുക, ക്ലാസ് എന്നുള്ള കീവേഡ് എഴുതുക, അതിനുശേഷം ക്ലാസ് നെയിം. ഇനി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ഡാറ്റ മെമ്പേഴ്സ് ആദ്യം എഴുതുക, അതിനുശേഷം ഫങ്ഷൻസ് എഴുതുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, സെമി കോളൻ ഇടുക. ഒരു എക്സാമ്പിൾ നോക്കാം. ക്ലാസ് എന്നുള്ള കീവേഡ് ഉപയോഗിച്ചു, ക്ലാസ്സിൻ്റെ പേര് ഞാൻ ഐറ്റം എന്ന് കൊടുത്തു. ഇനി ഡാറ്റ മെമ്പേഴ്സ്, ഡാറ്റ മെമ്പർ എന്ന് പറഞ്ഞാൽ വേരിയബിൾ, അത് നമ്പർ ആവാം, കോസ്റ്റ് ആവാം, അങ്ങനെ കുറച്ച് വേരിയബിൾ എഴുതി. ഫങ്ഷൻസ് ഏതൊക്കെയാണ്? ഗെറ്റ് ഡാറ്റ, പുട്ട് ഡാറ്റ, ഇങ്ങനെ 2 ഫങ്ഷൻസ്. അടുത്തത് ഒബ്ജക്റ്റ് എന്താണെന്ന് നോക്കാം. ഒബ്ജക്റ്റ് ഇസ് ആൻ ഇൻസ്റ്റൻസ് ഓഫ് ക്ലാസ്. ഞാൻ ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞായിരുന്നു അല്ലേ. ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ക്ലാസ്സിൻ്റെ ഇൻസ്റ്റൻസ് ആണ്. ഇറ്റ് ഈസ് എ റൺ ടൈം എൻറ്റിറ്റി ഇൻ ആൻ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് സിസ്റ്റം. റൺ ടൈം എൻറ്റിറ്റി ആണ്. അതായത് ഇത് മെമ്മറി അലോക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. അതായത് ക്ലാസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അതിന് മെമ്മറി ഒന്നും അലോക്കേറ്റ് ചെയ്ത് കൊടുക്കില്ല. പക്ഷേ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് അതിന് മെമ്മറി അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നത്.
An object is the entity that is created to allocate memory. Memory allocate ചെയ്യാൻ വേണ്ടി ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്തു. A class when defined does not have memory chunk itself, which will be allocated as soon as objects are created. ക്ലാസ്സിന് മെമ്മറി എപ്പോഴാണ് അലോക്കേറ്റ് ചെയ്യുന്ന ഒബ്ജക്ട്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ. ഇനി ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് മേ റെപ്രസെൻറ്റ് എ പേഴ്സൺ, പ്ലേസ്, ബാങ്ക് അക്കൗണ്ട് ഓർ എനി ഐറ്റം ദാറ്റ് പ്രോഗ്രാം ഹാസ് ടു ഹാൻഡിൽ. ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്തോ ആകാം, ഈ പ്രോഗ്രാമിൽ ഡീൽ ചെയ്യുന്ന എന്തോ ആകാം, പേഴ്സൺ ആവാം, പ്ലേസ് ആവാം, എന്തോ ആകാം. ഇപ്പോൾ ക്ലാസ്സിൻ്റെ ഡെഫിനേഷൻ നോക്കാം. ഇനി ഒബ്ജക്റ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ക്ലാസ്സിൻ്റെ നോക്കാം. ക്ലാസ് പേഴ്സൺ എന്ന് പറഞ്ഞിട്ട് ക്ലാസ് ഉണ്ട്. അതിനകത്ത് 2 ഡാറ്റ മെമ്പർ ഉണ്ട്. ഏതൊക്കെയാണ്? നെയിമും ഐ ഡി. ക്യാരക്ടർ നെയിം ഓഫ് 20 ക്യാരക്ടർ അറിയാണ്. ഇൻറ്റ് ഐ ഡി. ഐ ഡി എന്ന് പറഞ്ഞ വേരിയബിളിന് ഇൻറ്റ് എന്ന് പറഞ്ഞ ഡാറ്റ ടൈപ്പ് കൊടുത്തു. പബ്ലിക് എന്ന് പറഞ്ഞാൽ ആക്സസ് സ്പെസിഫയർ ആണത് പിന്നീട് പറയാം കേട്ടോ. വോയിഡ് ഗെറ്റ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞു കൊടുത്തു. അത് ഒരു ഫംഗ്ഷൻ അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടാവും, ബ്രാക്കറ്റിനുള്ളിൽ ഇങ്ങനെ കാണിച്ചേക്കുന്നത് കേട്ടോ. വോയിഡ് ഗെറ്റ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ. ഇത് ഡാറ്റ മെമ്പേഴ്സ്, ഇത് മെമ്പർ ഫംഗ്ഷൻസ്. ക്ലാസ് ക്ലോസ് ചെയ്തു. ഇനി ഒബ്ജക്റ്റ് എങ്ങനെയാണ് ഡിക്ലെയർ ചെയ്യണമെന്ന് നോക്കാം. അതിന് മുമ്പ് ഒബ്ജക്റ്റിൻ്റെ സിൻറ്റാക്സ് നോക്കാം. സിൻറ്റാക്സ് എന്ന് പറഞ്ഞാൽ ക്ലാസിൻ്റെ പേര് എഴുതണം. ഏത് ക്ലാസിൻ്റെ ഒബ്ജക്റ്റ് ആണെന്ന് അറിയണ്ടേ? അതുകൊണ്ട് ക്ലാസിൻ്റെ പേര് എഴുതണം, ഒബ്ജക്റ്റിൻ്റെ നെയിം എഴുതണം. നമ്മൾ സ്ട്രക്ചറൊക്കെ ചെയ്തില്ല, അതേപോലെ തന്നെ. അപ്പോൾ മെയിൻ ഫംഗ്ഷൻ്റെ ഉള്ളിലാണ് ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. ക്ലാസിൻ്റെ പേര് എന്താണ് ഇവിടെ? ക്ലാസിൻ്റെ പേര് പേഴ്സൺ എന്നാണ് അല്ലേ? അപ്പോൾ പേഴ്സൺ എന്ന് എഴുതി. ഒബ്ജക്റ്റിൻ്റെ നെയിം ഇഷ്ടമുള്ള നെയിം കൊടുക്കുക. അപ്പോൾ പേഴ്സൺ എന്നായതുകൊണ്ട് ഞാൻ P1 എന്ന് കൊടുത്തു. ഓക്കെ, ഇത് ക്ലോസ് ചെയ്തു. ഇങ്ങനെയാണ് ഒബ്ജക്റ്റിനെ ഡിക്ലെയർ ചെയ്യുന്നത്. അടുത്ത കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എൻകാപ്സുലേഷൻ ആണ്. എൻകാപ്സുലേഷൻ ഇസ് ദ കോൺസെപ്റ്റ് ഓഫ് റാപ്പിംഗ് ടുഗെദർ ഓഫ് ഡാറ്റ ആൻഡ് ഇൻഫോർമേഷൻ ഇൻ എ സിംഗിൾ യൂണിറ്റ് കോൾഡ് ക്ലാസ്. അത് ഡാറ്റേനെയും ഇൻഫോർമേഷനെയും, അതായത് ഡാറ്റേനെയും ഫംഗ്ഷനെയും ഒരൊറ്റ യൂണിറ്റ് ആയിട്ട് ബൈൻഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ റാപ്പ് ചെയ്യുക. റാപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പൊതിഞ്ഞ് വെക്കുക, ഒരുമിച്ച് പൊതിഞ്ഞ് വെക്കുക, അല്ലെങ്കിൽ ഒരുമിച്ച് ചേർക്കുക. അതിനെയാണ്, അതായത് ഡാറ്റേനെയും മെമ്പർ ഫംഗ്ഷൻസിനെ ഒരുമിച്ചാക്കുക. ഇൻ എ സിംഗിൾ യൂണിറ്റ്, ഒരേ ഒരു യൂണിറ്റ് ആക്കി മാറ്റുക. ക്ലാസ് എന്നുള്ള ഒരൊറ്റ യൂണിറ്റ് ആക്കി മാറ്റുന്നതിനാണ് എൻകാപ്സുലേഷൻ. എൻകാപ്സുലേഷൻ ഇസ് ഡിഫൈൻഡ് ആസ് ബൈൻഡിങ് ടുഗെദർ ദ ഡാറ്റ ആൻഡ് ഫംഗ്ഷൻസ് ദാറ്റ് മാനിപ്പുലേറ്റ് ദം. ഈ ഡാറ്റേനെയും ഈ ഫംഗ്ഷൻസിനെയും ഒരുമിച്ച് ബൈൻഡ് ചെയ്ത് ക്ലാസിൻ്റെ ഉള്ളിൽ വെക്കുന്നതിനാണ് എൻകാപ്സുലേഷൻ എന്ന് പറയുന്നത്. ഇനി ഡാറ്റ ഇസ് നോട്ട് ആക്സസിബിൾ ടു ദ ഔട്ട്സൈഡ് വേൾഡ് ആൻഡ് ഓൺലി ദോസ് ഫംഗ്ഷൻസ് വിച്ച് റാപ്ഡ് ഇൻ ദ ക്ലാസ് ക്യാൻ ആക്സസ് ഇറ്റ്. അപ്പോൾ ഔട്ട്സൈഡ് വേൾഡിന് ഈ ഡാറ്റ അവൈലബിൾ ആയിരിക്കില്ല. ഇപ്പോൾ ക്യാരക്ടർ നെയിം 20 ID എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങൾ ഔട്ട്സൈഡ് വേൾഡിന് അവൈലബിൾ ആയിരിക്കില്ല. ഈ ഫംഗ്ഷൻസ് ഇല്ലേ, ഈ ഫംഗ്ഷൻസിന് മാത്രമാണ് ഇത് അവൈലബിൾ ആയിരിക്കുക. ഈ ക്ലാസ്സിൻ്റെ ഉള്ള ഫംഗ്ഷൻസിന് മാത്രമേ ഈ ഡാറ്റാസ് ആക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഡാറ്റ ഇസ് നോട്ട് ആക്സസിബിൾ ടു ദ ഔട്ട്സൈഡ് വേൾഡ് ആൻഡ് ഓൺലി ദോസ് ഫംഗ്ഷൻസ് വിച്ച് റാപ്ഡ് ഇൻ ദ ക്ലാസ് ക്യാൻ ആക്സസ് ഇറ്റ്. ക്ലാസ്സിൻ്റെ ഉള്ളിലെ ഫംഗ്ഷൻസിന് മാത്രമേ ആ ഡാറ്റ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. This insulation of the data from direct access by the program is called data hiding or information hiding. ഇങ്ങനെ ഡാറ്റേനെ പുറത്തത്തെ വേൾഡായിട്ട് മറച്ചു വെക്കുക. അതായത് ഇപ്പോൾ ഈ ഡാറ്റാസ് ഔട്ട്സൈഡ് വേൾഡിന് കിട്ടില്ല. അങ്ങനെ ഡാറ്റ ആർക്ക് മാത്രമേ കിട്ടുള്ളൂ? ഈ ഫംഗ്ഷൻസിന്. അങ്ങനെ ഔട്ട്സൈഡ് വേൾഡിന് കൊടുക്കാതെ ഡാറ്റേനെ ഒളിപ്പിച്ച് വെക്കുന്നതുകൊണ്ടാണ് ഇതിനെ ഡാറ്റ ഹൈഡിങ് അഥവാ ഇൻഫോർമേഷൻ ഹൈഡിങ് എന്ന് പറയും. അടുത്ത ടോപ്പിക്ക് പോളിമോർഫിസം. പോളി മീൻസ് മെനി, മോർഫിസം മീൻസ് ഫോംസ്. അപ്പോൾ പോളിമോർഫിസം എന്ന് ഉദ്ദേശിക്കുന്നത് മെനി ഫോമാണ്. ദ നെയിം ഡിഫൈൻഡ് പോളിമോർഫിസം ഇസ് മൾട്ടിപ്പിൾ ഫോംസ്. പല ഫോംസ് ഉണ്ട്. വിച്ച് മീൻസ് പോളിമോർഫിസം ഇസ് ദ എബിലിറ്റി ഓഫ് OOP ടു ഡു സം വർക്ക് യൂസിങ് മൾട്ടിപ്പിൾ ഫോംസ്. ഒരേ വർക്ക് പല രീതിയിൽ ചെയ്യാം. ദ ബിഹേവിയർ ഓഫ് ദ മെത്തേഡ് ഇസ് ഡിപ്പെൻഡൻറ്റ് ഓൺ ദ ടൈപ്പ് ഓർ ദ സിറ്റുവേഷൻ ഇൻ വിച്ച് ദ മെത്തേഡ് ഇസ് കോൾഡ്. അപ്പോൾ ഒരേ ഫംഗ്ഷൻ തന്നെ പല രീതിയിൽ നമുക്ക് ഫംഗ്ഷൻ ചെയ്യിപ്പിക്കാൻ പറ്റും, ഒരേ വർക്ക് തന്നെ. അപ്പോൾ ഏത് രീതിയിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്, അപ്പോൾ ഒരു ഫംഗ്ഷൻ്റെ ബിഹേവിയർ എങ്ങനെയാണെന്നുള്ളത് ഏത് സിറ്റുവേഷനിലാണ് അല്ലെങ്കിൽ എന്തിനെ ഡിപ്പെൻഡ് ചെയ്ത് നമ്മളതിനെ കോൾ ചെയ്യുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ദ ബിഹേവിയർ ഓഫ് ദ ഫംഗ്ഷൻ ഇസ് ഡിപ്പെൻഡൻറ്റ് ഓൺ ദ ടൈപ്പ് ഓർ സിറ്റുവേഷൻ ഇൻ വിച്ച് ദ മെത്തേഡ് ഇസ് കോൾഡ്. ഈ ഫംഗ്ഷനെ കോൾ ചെയ്യുന്ന സമയത്തുള്ള ടൈപ്പ് അല്ലെങ്കിൽ സിറ്റുവേഷൻ അതിനെ ബന്ധപ്പെട്ടിട്ടാണ്, അതിന് റിലേറ്റഡ് ആണ് ഇതിൻ്റെ ബിഹേവിയർ. അതാണ് പോളിമോർഫിസം എന്ന് പറയുന്നത്. പോളിമോർഫിസം 2 രീതിയിലുണ്ട്. ഒന്ന് ഓപ്പറേറ്റർ ഓവർലോഡിങ്ങും ഒന്ന് ഫംഗ്ഷൻ ഓവർലോഡിങ്ങും. അപ്പോൾ ഇതിനെപ്പറ്റി വീഡിയോ ചെയ്യണമെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്ത് എൻ്റെ വീഡിയോ ചെയ്യാം. ഇനി അടുത്ത വീഡിയോയിൽ ഞാൻ ബാക്കി 4 കോൺസെപ്റ്റ്സ് ആയിരിക്കും എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതായത് ഇൻഹെറിറ്റൻസ്, അബ്സ്ട്രാക്ഷൻ, ഡൈനാമിക് ബൈൻഡിങ് ആൻഡ് മെസ്സേജ് പാസിംഗ്. ഈ കോൺസെപ്റ്റ് ആയിരിക്കും അടുത്ത വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
ഓക്കെ, എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതുപോലെ ഏതെങ്കിലും വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്തിടുക. സോ താങ്ക് യു സ്റ്റുഡൻസ്, ഹാവ് എ ഗ്രേറ്റ് ഡേ.